ഹലോ വെൽക്കം ബാക്ക് ടു സോദി കുക്കീസ് യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് എൻ്റെ പ്രീ വെഡിങ് ഷൂട്ട്, അതായത് സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടിന് പോവാണ് ഞങ്ങൾ. അപ്പോൾ ചേട്ടൻ രാവിലെ വന്നു, ഒരു മോർണിംഗ് 6:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങി. അമ്മുണ്ട് കൂടെ. ഞങ്ങൾ നേരെ വർക്കല ക്ലിഫ്, ആ ഒരു ബ്ലാക്ക് ബീച്ച്, ആ ഒരു ഏരിയ ആണ് ലൊക്കേഷനായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മളെ ഫോട്ടോഗ്രാഫേഴ്സ്, ചേട്ടൻ്റെ ഫോട്ടോഗ്രാഫേഴ്സാണ് സച്ചൂസ് വെഡ്ഡിങ്. അപ്പോൾ അവരുടെ പാക്കേജിൽ വരുന്നതാണ് നമ്മുടെ സേവ് ദ ഡേറ്റ് ഷൂട്ട്. അപ്പോൾ നമ്മൾ ലൊക്കേഷനിലെത്തി. ദിസ് ഈസ് അവർ ഫേസ്റ്റ് ഷൂട്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. പിന്നെ ഈ ബാക്കി വീഡിയോസ് എല്ലാം ബിഹൈൻഡ് ദ സീൻസ് അമ്മുവാണ് ഷൂട്ട് ചെയ്യണേ. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഷൂട്ടിന് വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ വർക്കല ബ്ലാക്ക് ബീച്ച് ഇവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷൂട്ടിൻ്റെ വിശേഷങ്ങൾ കാണാം. ഷൂട്ടിന് ശരിക്കും ഞാനും അപ്പവും കുക്കും നമ്മൾ മൂന്നാളും കൂടെയാണ് വന്നിരിക്കുന്നത്. ചിപ്പിനെ കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് ചിപ്പി കലിപ്പിലാണ് ഗൈസ്. അത് വീട്ടിൽ കസിൻസൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് എല്ലാവരെയും കൊണ്ടുവരത്തില്ല, അതാണ് സംഭവം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വിശേഷങ്ങൾ കാണാം. നമുക്ക് കഷ്ടപ്പെട്ട് നടക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. വെള്ള ഡ്രസ്സും കണ്ട് ഒന്ന് കാല് തന്നെയാണ്, പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുക്കുവിൻ്റെ കൂടെ ഓടി പോകണം. ഷൂട്ട് തുടങ്ങി ഗൈസ്. ഇനി ഇവർ രണ്ടുപേരും ഇവർ പറയുന്ന പോലെയൊക്കെ ചെയ്യണം, അതാണ് സംഭവം. ഇതാണ് ക്യാമറാമാൻ. ആക്ച്വലി ചേട്ടൻ്റെ സൈഡിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ചേട്ടൻ്റെ പാക്കേജിൽ വരുന്നതാണ് ഈ സേവ് ദ ഡേറ്റ് ഷൂട്ട്. രണ്ടാളും എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ കിളിപോയി നിൽക്കുന്നതാണ്. ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന ക്യാമറാമാൻ, അതനുസരിച്ച് ചെയ്യാൻ അറിയാത്ത കുക്കു. അയ്യോ, ഭയങ്കര ഓക്വേർഡാണ് കേട്ടോ. ചിലപ്പോൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഓക്വേർഡാണ്. ഒന്നാമത് കല്യാണത്തിൻ്റെ സ്ട്രെസ്, ടെൻഷൻ എല്ലാം കൂടെ എന്തോ എനിക്ക് കണ്ടിട്ട് തന്നെ എന്തോ പോലെ ആവുന്നു. ഓരോ പോസസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് പിക്സൊക്കെ എടുത്തു. ശരിക്കും ഇവർ പറയുന്ന പോസ്റ്റേഴ്സൊക്കെ കുറച്ച് സിമ്പിളാണ്, അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. നോർമലായിട്ട് ചെയ്യുന്നതും ഒക്കെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരുവിധം അഡ്ജസ്റ്റ്മെൻറ്റിൽ രണ്ടുപേരും മുന്നോട്ട് വന്നു. കുക്കു ഉറങ്ങിയെന്ന് തോന്നുന്നു. ഫോട്ടോഷൂട്ട് പിക്സ് എടുക്കുന്നത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് തീരാനായി. ഇനി വീഡിയോസാണ് ഫൈനൽ ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്നെ ഫ്രെയിമിൽ വെച്ചോ എന്തോ. ഇതിൽ അഭിനയിക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. തിരുവരാൻ വേണ്ടി ചേട്ടനെ കൂക്കറത്തി കാണിക്കാൻ.
ഡൗൺ ഡൗൺ ഡൗൺ. ഓ പുള്ളിക്കാരിക്ക് കൊടുത്ത് മാറില്ല. നേരത്തെ കുട്ടി എന്നിട്ട് നേരത്തെ കുട്ടി അങ്ങോട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോയിട്ട് ഇത് വലിയ പണിയാണ് കേട്ടോ സത്യത്തിൽ. അയ്യോ ഞാൻ വിചാരിച്ച പെട്ടെന്ന് ഇല്ലായിരുന്നു തീർന്നു. എന്നല്ല ഇത് ഭയങ്കര ടൈം കൺസ്യൂമിങ് ആണ്. ഇവന്റെ പല പല മണ്ടത്തിലൊക്കെ കൈവയ്ക്കാൻ പറയാതെ കൈവയ്ക്കുക, വയ്ക്കാൻ പറയുമ്പോൾ വയ്ക്കാതിരിക്കുക. ഒരു മതിയായ കേട്ടോ സത്യത്തിലെ ഫേസ് കാണുമ്പോൾ അതുണ്ടെങ്കിലെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്നുള്ളൊരു ഭാവം. എനിക്ക് തോന്നി ഈ പാവന്റെ മീറ്റ് നിൽക്കുന്ന എന്തെങ്കിലും ഷോട്ടാണോ അങ്ങോട്ട് പോകുന്നുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സ് ചേട്ടന്മാർ രണ്ടുപേരും അടിപൊളിയായിരുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാം പറഞ്ഞു തന്നിരുന്നത്. സോ ആദ്യമായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്, ബട്ട് സ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു രണ്ടുപേരുടെയും വർക്ക്. എൻ്റെ ഫസ്റ്റ് ഫോട്ടോഷൂട്ട് എക്സ്പീരിയൻസുമായിരുന്നു, അത് അടിപൊളിയായിരുന്നു. നമ്മൾ അധികം ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഷോട്ട്സ് വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അല്ലാത്ത രീതിയിൽ ഏറ്റവും അടിപൊളിയായിട്ട് തന്നെയാണ് അവർ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ പിക്സൊക്കെ കണ്ട് നല്ല രസമുണ്ട്. പിന്നെ നമ്മളിത് ഓൾമോസ്റ്റ് തീരാനായെന്ന് തോന്നുന്നു. എനിക്കാണെങ്കിൽ നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. എന്ത് ചെയ്യാം, ചെക്കനെ പെണ്ണിനെ ഇവിടെ ആക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. കാലവിടെ കുടുങ്ങിയെന്ന് തോന്നുന്നു. ഒരു ഗർഭിക്കാരന് നടക്കാനൊക്കെ പറയുമ്പോൾ ഓടുകയാണ് ചെയ്യുന്നത്. ചേട്ടൻ്റെ കാലിൽ വെള്ളം നനഞ്ഞിരിക്കുകയാണ്. കുക്ക് ജസ്റ്റ് മിസ് എസ്കേപ്പായി. അല്ലെങ്കിൽ ഷൂ ഫുള്ള് നനഞ്ഞാണ്. ചേട്ടൻ ക്രോക്സ് ആയതുകൊണ്ട് പിന്നെ സീനില്ല. എന്നാലും ജീൻസ് നനഞ്ഞു. ദൈവമേ, ഞാനായിരുന്നെങ്കിൽ വിറ്റായിരുന്നു. പിന്നെ ഈ മോറിട്ടു ഫോട്ടോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പിന്നെ മാനേജ് ചെയ്യും. എനിക്കാണെങ്കിൽ ഈ ആക്ടിങ് എന്ന് പറയുന്ന സംഭവമേ ഭയങ്കര ഓഫേർഡാണ്. എന്തോ കറങ്ങുന്ന ഒരു ഷോട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഏത് ഡയറക്ഷനിൽ കറങ്ങണം, ഏത് കൈ പിടിക്കണം, അതാണ് ഇപ്പോൾ നടക്കുന്ന ഡിസ്കഷൻ. ഇവർക്ക് അത് കൃത്യമായിട്ട് മാറും കൃത്യമായിട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ആ ഷോട്ട് ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് അത് ഷൂട്ട് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴും ശരിയായിട്ടില്ല. ഇനി നമ്മൾ തേർഡ് ടൈം ആണ് ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതുവരെ ഷൂട്ട് ചെയ്ത രീതി ഒറ്റ ഷോട്ടാണ് ഇത് 2-3 ടേക്ക് പോകുന്നത്. ബാക്കിയെല്ലാം ഒരു ഫസ്റ്റിൽ തന്നെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു സ്നേഹത്തിൽ കറക്ക്, ദേഷ്യത്തിൽ കറക്കാതെ. പറഞ്ഞാ ഇനി തെറ്റിച്ച ഞാൻ അടിക്കുവേ. കാല് കാണണോ നിങ്ങൾ? ഒരാൾക്ക് ശീലില്ല, ഒരാളുടെ ക്രോസ് ഇരിക്കുന്ന കോലം നോക്കുമോ? അയ്യോ പാവം. അങ്ങനെ
മുഖത്തെ എക്സ്പ്രഷൻസ് കേട്ടതാണ് guys. എന്തോ സംസാരിച്ചും പറഞ്ഞ നടക്കാൻ വേറെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് അടിക്കും മര്യാദയ്ക്ക് വന്നോ. സോ ഗൈസ് ദ ഷൂട്ട് ഈസ് ഡൺ. സോ നമ്മൾ തിരിച്ചു പോന്ന്. അപ്പം പരിപാടിയെല്ലാം അടിപൊളിയായിരുന്നു. എൻ്റെ കണ്ണിൽ ഞാൻ പവർ ലെൻസ് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യണേ, അതുകൊണ്ട് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ട്. ബാക്കി ഫോട്ടോസും വീഡിയോസും കല്യാണത്തിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.